എനിക്ക് ഒരു നല്ലൊരു സന്തോഷം തോന്നിയ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളിൽ ആദ്യകാലം തൊട്ട് ഇപ്പോൾ വരെ കുട്ടികൾ ശുശ്രൂഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യകാലത്ത് അട്ടപ്പാടിയിലാണ്, ഇപ്പോഴും അട്ടപ്പാടി തന്നെയാണ്. 1994 അട്ടപ്പാടിയിൽ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് പോണത്. അന്ന് ഒരു കൊച്ചച്ഛനായിട്ട് ഇടവക ചെല്ലുകയാണ്. ആ ഇടവകയിൽ കൊച്ചച്ഛനായി ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പം ഞാൻ നോക്കുമ്പം അവിടെ ഒറ്റ പൈസയില്ല. അവിടെ 10-25 വർഷം പഴക്കമുള്ള ഒരു ചെതൽ പിടിച്ചൊരു പള്ളിയല്ലാതെ വേറെ ഒന്നുമില്ല. പള്ളിമുറിയില്ല, കോൺവെൻ്റില്ല, സങ്കീർത്തിയില്ല, കിച്ചണില്ല, ഫുഡിൻ്റെ സാധനങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീട്ടുകാരെല്ലാവരും കൂടി മാസവരി 100 വീട്ടുകാരാണുള്ളത്. 100 വീട്ടുകാർ മാസവരി എടുത്താൽ എന്താണ്, ഒരു വീടിന് 2 രൂപയാണെന്ന് മാസവരി. അപ്പോൾ മാക്സിമം പോയാൽ അത്ര 200 രൂപ കിട്ടും ഒരു മാസം. അതുകൊണ്ട് എങ്ങനെ ഒരു പള്ളി നടക്കും? പിന്നെ ഒരു സ്തോത്രക്കാഴ്ച എടുത്താൽ 25 രൂപ കിട്ടും ഞായറാഴ്ച. ഇട ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട ആരുമില്ല. അപ്പോൾ എങ്ങനൊരു ദേവാലയം നടന്നു പോകും? ഞാൻ വളരെ കഷ്ടത്തിലായി. അങ്ങനെ ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് മാത്രമല്ല, എനിക്ക് പാചകം ചെയ്യാനൊട്ടും അറിയുകയില്ല. എനിക്കൊട്ടും അറിയാൻ പാടില്ല പാചകം ചെയ്യാൻ, ഇപ്പോഴും അറിയാൻ പാടില്ല. ഞാൻ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഞാൻ പാചകം ചെയ്യാതെ ഇങ്ങനെ വിഷമിക്കും. അപ്പം ഞാൻ കണ്ട കാഴ്ച, സ്കൂളില്ലാത്ത എല്ലാ ദിവസങ്ങളും മിക്കപ്പോഴും കുർബാനയ്ക്ക് ചില കുട്ടികൾ മനഃപൂർവ്വം വരും. അവർ വരുന്നത് സത്യത്തിൽ കുർബാനയ്ക്ക് വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ അച്ഛനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ചോറ്റുപാത്രം ഉണ്ടാവും. എന്നിട്ട് അത് എൻ്റെ മുറി കൊണ്ട് വെച്ചിട്ട് പോകും. ഞാൻ ചോദിക്കാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അതൊന്നുമില്ല അച്ഛൻ, പിന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകും. നോക്കുമ്പം അന്ന് രാവിലെ അവർക്ക് കഴിക്കാൻ കൊടുത്ത പുട്ടും കറിയും അവർ കഴിക്കാതെ നമ്മുടെ മുറി കൊണ്ട് വെച്ചിട്ട് പോയിരിക്കുകയാണ്. ആദ്യം എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് അവർ കഴിച്ചിട്ട് അമ്മ കൊടുത്തു വിട്ടതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പല ദിവസങ്ങളിലും ഞാൻ അവരുടെ പാരൻസിനെ വിളിച്ച് നന്ദി പറയാനൊക്കെ, നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന ഫുഡൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പം അപ്പോഴാണ് പാരൻസ് പറഞ്ഞത്, അച്ഛാ ഞങ്ങളങ്ങനെ കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവർക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡാണ്. ഇവർ അത് ചോറ്റുപാത്രത്തിനകത്താക്കി അവർ നേരെ പള്ളിമുറി കൊണ്ട് വെച്ചിട്ട് പോകും. എന്നിട്ട് കുർബാന കഴിയുമ്പം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അട്ടപ്പാടി എൻ്റെ കാററ ഇടവക വെച്ചിട്ടാണ് സ്നേഹം, പ്രത്യേകിച്ച് കുട്ടികളുടെ സ്നേഹം എന്നെ കീഴടക്കിയത്. എനിക്ക് കുട്ടികളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സാമൂഹ്യ വിപ്ലവമൊക്കെ ആയിരുന്നു താല്പര്യം. മദ്യഷാപ്പ് അടപ്പിക്കുക, കളക്ടറേറ്റ് പിക്കറ്റിങ്, മാർച്ച്, ധർണ, പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ്, ഇതൊക്കെയായിരുന്നു എനിക്ക് താല്പര്യമുള്ള വിഷയം. ജനകീയ ചെക്ക് പോസ്റ്റ് ഇടുക, അട്ടപ്പാടിക്ക് വരേണ്ട മദ്യമെല്ലാം മറിച്ച് കളയുക, അങ്ങനെയുള്ള പരിപാടികളിൽ മുഴുകിയിരിക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യനായി മാറിയത് ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അവരുടെ ആ പ്രാർത്ഥന മാത്രമല്ല, അവർക്കൊരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. നമ്മൾ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്നാലും ഒന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ പുറകിലൊരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആഴമുള്ള സ്നേഹമാണ്. ഒരു ദിവസം ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, അതായത് സുവിശേഷ ശുശ്രൂഷയ്ക്ക് പോകാൻ എനിക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പൈസയില്ല. എനിക്കാണെങ്കിൽ വചനം പ്രസംഗിക്കുന്നത് ഭയങ്കര ആഗ്രഹം. എന്നാൽ എനിക്ക് ഞാൻ ഈ പറയുന്ന ഇടവകയെന്നാണല്ലോ പോണത്. അവിടെ ഒരു ഒപ്പീസ് പോലും ഇല്ലാത്ത ഒരു ഇടവക ദേവാലയമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ അച്ഛന് വണ്ടിക്കൂലി കൊടുക്കാനൊരു പൈസ വേണ്ടേ? അപ്പം ഞാനൊരു ദിവസം ഇടവക പള്ളിയിൽ അനൗൺസ് ചെയ്തു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കുർബാനയുടെ സമയത്ത് അനൗൺസ്, നിങ്ങൾ വേഗം വലുതാകണം, നിങ്ങൾ വലുതായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ 10% കൊണ്ടുവന്ന് പള്ളിയിൽ തരണം. അങ്ങനെ അതുകൊണ്ട് പോയി അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി വന്ന് ഒരു കവറ് എൻ്റെ നേരെ നീട്ടി. ആ കവറ് എൻ്റെ നേരെ നീട്ടിയിട്ട് ആ കുട്ടി പറഞ്ഞു, അച്ഛാ, ഇത് അച്ഛന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയുള്ള പൈസയാണ്. അപ്പോൾ അവനൊരു ലോഡിങ് തൊഴിലാളിയുടെ മകനാണ്. അവൻ്റെ വീട് എനിക്കറിയാം, വളരെ പട്ടിണി ദാരിദ്ര്യമുള്ള വീടാണ്. അവനാണെങ്കിൽ ഒരു ഒന്നുമില്ല, യൂണിഫോം ഇല്ല, സ്കൂളിലേക്ക് ആവശ്യമായ സാധനമൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ വീട് എനിക്കറിയാം, നിന്നെ എനിക്കറിയാം, നിൻ്റെ പാരൻസിനെ എനിക്കറിയാം, നീ ഈ പൈസ എവിടുന്ന കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛനന്ന് പള്ളിയിൽ പറഞ്ഞില്ലേ നിങ്ങൾ വേഗം വലുതാകണം, വലുതായിട്ട് നിങ്ങൾക്ക് ജോലി മേടിക്കണം, ജോലി മേടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ദശാംശം കൊടുത്ത് തരുമ്പോൾ അതുകൊണ്ട് അച്ഛൻ പോയി സുവിശേഷം പ്രസംഗിക്കാമെന്ന് പറഞ്ഞില്ലേ, അച്ഛന് സുവിശേഷം പ്രസംഗിക്കാൻ പോകാനുള്ള വണ്ടിക്കൂലി അച്ഛാ ഇതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയണത്, ഞങ്ങളുടെ സ്കൂളിൽ അവൻ 8-ലോ 8-ലെന്ന് തോന്നുന്നു, 7-ലോ 8-ലാണ് അവൻ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പാട്ട് മത്സരം നടന്നു. ആ പാട്ട് മത്സരം ചാവറ പിതാവിൻ്റെ എന്തോ ഒരു ജൂബിലിയോടനുബന്ധിച്ചുള്ള ഒരു പാട്ട് മത്സരമാണ്. CMC സ്കൂളാണ്. അപ്പോൾ അവർ ക്യാഷ് അവാർഡാണ് സമ്മാനം കൊടുത്തിരിക്കുന്നത്. ക്യാഷ് അവാർഡെന്ന് കേട്ട പാടെ ഇവൻ വേഗം പേര് കൊടുത്തു. അവൻ്റെ മനസ്സിത്രേ ഉള്ളൂ, വട്ടായച്ചന് സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ പൈസ വണ്ടിക്കൂലി കൊണ്ടാക്കി കൊടുക്കണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പേര് കൊടുത്തു. അങ്ങനെ പേര് കൊടുത്തിട്ട് അവൻ പ്രസംഗ മത്സരത്തിൻ്റെ സമയം വന്നപ്പോൾ ഇവരുടെ ജഡ്ജസൊക്കെ വന്നിരുന്നു, പേര് വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് വട്ടായച്ചന് വണ്ടിക്കൂലിക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞ് ആ ബെഞ്ചലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ ധൈര്യമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സ്റ്റേജിൽ നിന്ന് മൈക്കങ്ങ് എടുത്ത് പിടിച്ച് വായോട് അടുപ്പിച്ച് പിടിച്ച് സർവ്വശക്തി എടുത്ത് അവൻ അങ്ങോട്ട് പാടി. അവൻ്റെ സ്വരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, ഈ ചിരട്ട പാറപ്പുറത്ത് വരച്ചാൽ അതിനേക്കാൾ കുറച്ചും കൂടെ താളം ഉണ്ടാവും. അതുപോലത്തെ നല്ല ഒരു താളമില്ലാത്ത പരുപരുക്കൻ സ്വരമാണ്. അവനങ്ങനെ സ്വരമൊന്നും നോക്കാൻ പറ്റിയ സാഹചര്യമല്ല വീട്ടിലുള്ളത്. പരുപരുക്കൻ സ്വരമാണ്. അവൻ ആ മൈക്കിൽ കൂടെ സർവ്വശക്തിയോടെ പാടി. എന്നോട് എത്ര സ്നേഹമുണ്ടോ അത്രയും ശക്തിയോടെ അവൻ പാടി. അപ്പോൾ ഒരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം എന്ന് വിചാരിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് സകല മാലാഖമാരും കൂടെ ഓടി ഭൂമിയിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസിൻ്റെ ചെവിയല്ല അടച്ചു പിടിച്ച്. ജഡ്ജസ് കുറച്ച് നേരത്തേന് ഒരു നിർവൃതിയിലാണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശരി, അവർ മാർക്കിട്ടപ്പോൾ ഇവന് സെക്കൻഡ് പ്രൈസോ ഫസ്റ്റ് പ്രൈസോ ഇവന് കിട്ടി. അതിന് മുമ്പും പാടിയിട്ടില്ല, അതിന് ശേഷവും പാടിയിട്ടില്ല, അങ്ങനത്തെ ഒരു കുട്ടി. അപ്പോൾ അവന് സമ്മാനം കിട്ടിയപ്പോൾ അവൻ ആ കവർ തുറന്നു പോലും നോക്കിയില്ല. വീട്ടിൽ അപ്പനെ ഏൽപ്പിച്ചു. അപ്പം മദ്യപാനിയാണ്, ലോഡിങ് തൊഴിലാളിയാണ്, അപ്പനെ ഏൽപ്പിച്ചില്ല. അവൻ ആ കവർ തുറന്ന് നേരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛനിത് മേടിച്ചില്ലെങ്കിൽ, അച്ഛനിത് തന്നില്ലെങ്കിൽ പാപമാകും, അച്ഛൻ മേടിക്കണം, അച്ഛന് വേണ്ടി നേർന്ന് പാടിയതാന്ന് പറഞ്ഞു. എന്നുള്ളതാണ് ഈ വിശേഷങ്ങളൊക്കെ അവൻ എന്നോട് പറയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്യം പറഞ്ഞാൽ, ദൈവരാജ്യത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പല പ്രായത്തിലുള്ളവരോട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ അത് ഒരു ഹൃദയബന്ധത്തിൽ സ്വീകരിക്കുന്നത് ശിശുക്കളും ബാലികാബാലന്മാരും യുവതിയുവാക്കന്മാരും ആയിരിക്കും. മുതിർന്നവർ മോശമെന്ന് പറയുന്നില്ല, മുതിർന്നവർ നല്ലവരൊക്കെ തന്നെയാണ്. പക്ഷേ യുവതിയുവാക്കന്മാർ, ബാലികാബാലന്മാർ, കുട്ടികൾ അവർ ഹൃദയബന്ധത്തിലാണ് അവർ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് അന്ന് തൊട്ട് കുട്ടികളോട് വലിയ താല്പര്യമാണ്, കുട്ടികളോട് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ യുവതിയുവാക്കന്മാരും എല്ലാ കുട്ടികളും ഇപ്പോൾ നിങ്ങളുടെ ചെവി എനിക്ക് തരണം. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. ഇവിടെയുള്ള ആലപ്പുഴയിലുള്ള കുട്ടികളോട് യുവതിവാക്കന്മാരോടാണ് ദൈവം സംസാരിക്കുന്നത്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, പുത്രിമാരെ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. അരുവിക്കരയിലെ പനിനീർച്ചെടി എന്ന് പറഞ്ഞാൽ റോസച്ചെടി. അങ്ങനെ ഈ റോസച്ചെടി നിറച്ച് ബഞ്ചസായിട്ട് ഇങ്ങനെ കൊലയായിട്ട് റോസപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് മാതിരി നിങ്ങൾ ദൈവവചനം കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുഷ്പിക്കുന്നവരായി മാറുവിൻ. വിശ്വസ്തന്മാരായ പുത്രിമാരെ, പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. വേറൊരു വാക്യം പറഞ്ഞാൽ, നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുള്ളായി മാറുക എന്നാണ് പറയുന്നത്. വേറൊരു വാക്യം പറഞ്ഞാൽ, നമ്മൾക്ക് കുറേ പഠിച്ചു മാർക്ക് കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ സക്സസ്ഫുൾ ആവില്ല. നമുക്ക് കുറേ കഴിവുണ്ട് എന്ന് വിചാരിച്ചും നമ്മൾ സക്സസ്ഫുൾ ആവില്ല. നമ്മുടെ വീട്ടിൽ കുറേ പണമുണ്ട് എന്ന് വിചാരിച്ചും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആകുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ട്
അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ വചനം ഹൃദയത്തിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ, ആ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളായി മാറും.